സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 18. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ശമൂവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം. ശമൂവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹീനോവം, കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേസ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേസ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്യുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ. നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാ ഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേർ ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ഗിലെയാദ്, അശൂരി, ഇസ്രായേൽ, എഫ്രൈം, ബെന്യാമിൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കി. ശൗലിന്റെ മകനായ ഈശ്ബോശേത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദാ ഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദാ ഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിന്റെ ചേവകരും മഹനീമിൽ നിന്ന് ഗിബിയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോബാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബിയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോബാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് യോബാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമിനരുടെയും ശൗലിന്റെയും മകനായ ഈശ്ബോശേത്തിന്റെയും ഭാഗത്ത് നിന്ന് 12 പേരും ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിൽ അടുത്തു. ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്നു പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലരും ദാവീദിന്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോവാബ്, അബീശായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി, നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തിനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടിവീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. എന്നാരെയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസാഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവരൊക്കെയും നിന്നുപോയി. യോവാബും അബീശായും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബിയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമിനർ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഹരിച്ചു കൊണ്ടിരിക്കുമോ? ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ്, നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളം ഊതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി കടന്ന് യോർദാൻ കടന്ന്
ബീത്രോനിൽ കൂടി ചെന്ന് മഹനീമിൽ എത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി ജനത്തെ ഒക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമിനെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവർ എടുത്ത് ബേത്ലേഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരുശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴിയിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും മുമ്പാകെ അവയെ നിർത്തിവെക്കും. ആരും അവയെ പെറുക്കി കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല. അവ നിലത്തിന് വളമായി തീരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർക്ക് തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരുശലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്തുകോ എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു. കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ! അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രികൾ ആകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല, നാണം അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകയില്ല, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകയില്ല. ഇലയും വാടിപ്പോകും. അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നാം അനങ്ങാതിരിക്കുന്നതെന്ത്? കൂടി വരുവിൻ, നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോകാം. നാം യഹോവയുടെ പാപം ചെയ്യുക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു. നാം സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഒരു ഗുണവും വന്നില്ല. രോഗശമനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. അവന്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു. അവന്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ട് ദേശമൊക്കെയും വിറയ്ക്കുന്നു. അവ വന്ന് ദേശത്തെയും അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും. ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. അവ നിങ്ങളെ കടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അയ്യോ, എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു. കേട്ടോ, ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചത് എന്തിന്? കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം മുതൽ.
ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ട് യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവർ ഉണ്ട്. മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഒരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിൽ മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.